SS വേൾഡിൻ്റെ പുതിയ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. HSA സോഷ്യൽ സയൻസ് പരീക്ഷയുടെ 13ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? വ്യക്തികളും വിശേഷണങ്ങളും ശരിയായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1, 2, 3 എന്നിവ ശരിയാണ്. അഭയ് സാദക്ക്, ബാബ ആംതെ. അഭയ് സാദക്ക്, ബാബ ആംതെ. ദീനബന്ധു, CF ആൻഡ്രൂസ്. ദേശബന്ധു, CR ദാസ്. അവിടെ തെറ്റായിട്ടുള്ളത് ലിറ്റിൽ മാസ്റ്റർ സുനിൽ ഗവാസ്കറാണ്. അതാണ് അവിടെ തെറ്റായിട്ട്. ലിറ്റിൽ മാസ്റ്റർ സുനിൽ ഗവാസ്കർ. രണ്ടാമത്തെ ചോദ്യം പരീക്ഷിക്കപ്പെടാത്ത ജീവിതത്തിന് വിലയുണ്ടാവില്ല. ആരുടെ വാക്കുകളാണിത്? പരീക്ഷിക്കപ്പെടാത്ത ജീവിതത്തിന് വിലയുണ്ടാവില്ല. ഇതാരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ ബി സോക്രട്ടീസ്. സോക്രട്ടീസ് പറഞ്ഞതാണ് പരീക്ഷിക്കപ്പെടാത്ത ജീവിതത്തിന് വിലയുണ്ടാവില്ല. മൂന്നാമത്തെ ചോദ്യം, ചുവടെ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ, അവർ കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ആദിവാസി വിഭാഗങ്ങളും അവർ കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി A1, B2, C3, D4. ഗദ്ദീസ് ഹിമാചൽ പ്രദേശിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ആദിവാസി വിഭാഗങ്ങളാണ് ഗദ്ദീസ്. സിക്കിമിലാണ് ലെപ്ച സിക്കിം. ലൂഷായ് മിസോറാം. ലൂഷായ് കുന്നുകളും അതുപോലെ ആദിവാസികളും ഒക്കെ ഉള്ളത് മിസോറാമിലാണ്. വാർലിസ് മഹാരാഷ്ട്ര. നാലാമത്തെ ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പട്ടണമായ മധുരൈ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഓപ്ഷൻ സി വൈഗ നദീതീരത്താണ് മധുരൈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങളിലെ ദേശീയ മൃഗമാണ് കടുവ? ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങളിലെ ദേശീയ മൃഗമാണ് കടുവ? ആൻസർ ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്, ദക്ഷിണ കൊറിയ, അതുപോലെ ബംഗ്ലാദേശ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ചൈന. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ച വർഷം ഏതാണ്? അന്താരാഷ്ട്ര മണ്ണ് വർഷം. ഓപ്ഷൻ സി 2015. 2015 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. 2. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടിറ്റോ എന്നീ നേതാക്കളാണ്. 3. ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കാൻ തീരുമാനിച്ചത് 1955 ബന്ദുങ് സമ്മേളനത്തിലാണ്. 4. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1961 യുഗോസ്ലാവിയയുടെ തലസ്ഥാനമായിരുന്ന ബെൽഗ്രേഡിൽ വെച്ചാണ്. ഇവയിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ മാത്രം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് VK കൃഷ്ണമേനോൻ. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടിറ്റോ എന്നീ നേതാക്കൾ. ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കാൻ തീരുമാനിച്ചത് 1955 ബന്ദുങ് സമ്മേളനത്തിലാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1961 യുഗോസ്ലാവിയയുടെ തലസ്ഥാനമായിരുന്ന ബെൽഗ്രേഡിൽ വെച്ചാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, യുനെസ്കോ
എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം ചുവടെ പറയുന്നവയിൽ ഏതാണ്? യുനെസ്കോ എക്സലൻസ് അവാർഡ്. ഓപ്ഷൻ എ വടക്കുന്നാഥ ക്ഷേത്രം. വടക്കുന്നാഥ ക്ഷേത്രം. 16ാമത്തെ ക്വസ്റ്റ്യൻ. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് STR എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് STR എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ സി അന്താരാഷ്ട്ര നാണയനിധിയുടെ കറൻസി. IMFൻ്റെ കറൻസിയാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ. മൗമൗ ലഹള നടന്ന രാജ്യം ഏതാണ്? മൗമൗ ലഹള. ഓപ്ഷൻ എ കെനിയ. 18ാമത്തെ ക്വസ്റ്റ്യൻ. ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ലോങ് വാക്ക് ടു ഫ്രീഡം. ഓപ്ഷൻ സി നെൽസൺ മണ്ടേല. 19ാമത്തെ ക്വസ്റ്റ്യൻ. മണ്ണിൻ്റെ ഘടന, ഉത്ഭവം, വിതരണം, പ്രവർത്തനം എന്നിവയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? മണ്ണിൻ്റെ ഘടന, പൊതുവായിട്ട് മണ്ണിനെ കുറിച്ചുള്ള പഠനം. ആൻസർ ഓപ്ഷൻ എ പെഡോളജി. 20. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ചൂട് നീരുറവുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ചൂട് നീരുറവുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി സ്പാ. 21. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ 1, 2, 3 എന്നിവ. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. 2. ഭൂകമ്പങ്ങളുടെ തീവ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഏകങ്ങളാണ് റിക്ടർ സ്കെയിൽ, മെർക്കല്ലി സ്കെയിൽ എന്നിവ. 3. ഭൂകമ്പം എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്നും സീസ്മോമോസ് ഉത്ഭവിച്ചതാണ്. 22. എറിമോളജി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? എറിമോളജി. ഓപ്ഷൻ ബി മരുഭൂമികൾ. 23ാമത്തെ ക്വസ്റ്റ്യൻ. 1961 ജൂൺ 23 നിലവിൽ വന്ന അന്റാർട്ടിക് ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ സി അന്റാർട്ടിക്കയെ ശാസ്ത്രീയമായി പരീക്ഷണത്തിനല്ലാതെ സൈനിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കരുത്. ഓപ്ഷൻ സി. 24ാമത്തെ ക്വസ്റ്റ്യൻ. യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? യൂറോപ്യൻ യൂണിയൻ. ഓപ്ഷൻ സി മാസ്ട്രിച്ച് ഉടമ്പടി. 25. ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2 എന്നിവ. 2 പ്രസ്താവനവും ശരിയാണ്. 1. പരിസ്ഥിതി സംരക്ഷണം, ഹരിതഗൃഹവാതക ബഹിർഗമനം നിയന്ത്രിക്കുക എന്നീ പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നടന്ന ഭൗമ ഉച്ചകോടിക്ക് വേദിയായത് റിയോ ഡി ജനീറോയാണ്. 1992 റിയോ ഡി ജനീറോ. 2. ലോക ഭൗമ ഉച്ചകോടിയിൽ തയ്യാറാക്കിയ പ്രാമാണിക രേഖയാണ് അജണ്ട 21. 26ാമത്തെ ക്വസ്റ്റ്യൻ. 1997 ഒപ്പുവെച്ച ക്യോട്ടോ ഉടമ്പടിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ക്യോട്ടോ ഉടമ്പടിയുടെ ലക്ഷ്യം. ഓപ്ഷൻ എ ആഗോള താപനത്തിന് കാരണമായ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക. ആഗോള താപനത്തിന് കാരണമായ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക. 27. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ ശരിയാണ്. 1. UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് 1948 ഡിസംബർ 10-നാണ്. 2. ജോൺ പീറ്റേഴ്സ് ഹംഫ്രിയാണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ശില്പി. ജോൺ പീറ്റേഴ്സ് ഹംഫ്രിയാണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ശില്പി. അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിച്ചത് ഡിസംബർ 10-ാണ്. ക്വസ്റ്റ്യൻ നമ്പർ 29. അറ്റ്ലാന്റിക് സമുദ്രത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതാണ്? തെറ്റായത് ഏതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തെ സംബന്ധിച്ച്?
ഓപ്ഷൻ ഡി വാട്ടർ ഗർത്തം എന്നറിയപ്പെടുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിൽ, അത് തെറ്റായിട്ട്. ബാക്കിയുള്ള 3 ഓപ്ഷൻസും ശരിയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ത്രികോണ പ്രദേശമാണ് ബെർമുഡ ട്രയാങ്കിൾ. ഓപ്ഷൻ ബി 1912 ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഓപ്ഷൻ സി സെൻറ്റ് ഹെലേന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. സെൻറ്റ് ഹെലേന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രം. ഈ 3 ഓപ്ഷൻസും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അവിടെ ആൻസർ ഓപ്ഷൻ ഡി. 30ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന പ്രാദേശിക വാദങ്ങൾ അവയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്ന രാജ്യങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ A1, B2, C3, D4. ഈജിപ്റ്റ് ഖാംസിൻ, ദക്ഷിണാഫ്രിക്ക ബെർഗ്, ഇറാൻ ബൈസ്, സ്പെയിൻ ലവാൻഡർ. ഈജിപ്റ്റ് ഖാംസിൻ, ദക്ഷിണാഫ്രിക്ക ബെർഗ്, ഇറാൻ ബൈസ്, സ്പെയിനിൽ ലവാൻഡർ. 3ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ ആരുടെ ആത്മകഥയാണ് മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആരുടെ ആത്മകഥയാണ് മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ചെഗുവേര. ചെഗുവേരയുടെ ആത്മകഥയാണ് മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്നറിയപ്പെടുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ. ആസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ വധിച്ചത് ചുവടെ പറയുന്നതിൽ ഏത് യുദ്ധത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമാണ്? ഓപ്ഷൻ ബി 1-ാം ലോക മഹായുദ്ധം. 5ാമത് ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഡോൾഫിൻ പോയിന്റ്. ഓപ്ഷൻ ബി കോഴിക്കോട്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2 എന്നിവ. 1 ബാങ്കിംഗ് സൗകര്യമല്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചതാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. പേയ്മെൻറ്റ് ബാങ്കുകൾ ബാങ്കിംഗ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക. 2 പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത നച്ചിക്കേത് മോർ കമ്മീഷനാണ്. നച്ചിക്കേത് മോർ കമ്മീഷൻ. 14 കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി മലപ്പുറം. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം. 15ാമത്തെ ക്വസ്റ്റ്യൻ. ബജറ്റിൻ്റെ 2-ാം ഭാഗത്ത് പാർട്ട് 2 പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ബജറ്റിൻ്റെ 2-ാം ഭാഗത്ത് പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി നികുതി ഘടന. നികുതി ഘടനയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 16 ചുവടെ പറയുന്നവരിൽ ആരുടെയെല്ലാം അന്ത്യവിശ്രമ സ്ഥലമാണ് ഏകതാ സ്ഥൽ? ഓപ്ഷൻ ബി 2, 3, 4 എന്നിവ. സെയിൽ സിംഗ്, ചന്ദ്രശേഖർ, ശങ്കർദയാൽ ശർമ്മ. സെയിൽ സിംഗ്, ചന്ദ്രശേഖർ, ശങ്കർദയാൽ ശർമ്മ. 17 കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഓപ്ഷൻ എ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. 18 തിയോസഫിക്കൽ സൊസൈറ്റിയെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം ആവടിയാണ്. ബാക്കിയുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. മാഡം ബ്ലാവുഡ്സ്കി, കേണൽ ഓൾക്കോട്ട് എന്നിവർ 1875 അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ മുഖ്യ പ്രവർത്തകരായിരുന്നു ആനി ബസന്റ്. ബ്രഹ്മവിദ്യാസംഘം എന്ന പേരിൽ അറിയപ്പെടുന്നതും തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. ഓപ്ഷൻ ഡി അതാണ് തെറ്റായിട്ടുള്ളത്. 19 വ്യക്തിയെ തിരിച്ചറിയുക.
വിവേകവർധിനി എന്ന മാസിക ആരംഭിച്ചു. അതുപോലെ ഹിതകാരുണ്യ സംഘം എന്ന സംഘടന സ്ഥാപിച്ചു. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഈ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിയെ തിരിച്ചറിയാനാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലു. വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് വീരേശലിംഗം പന്തലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. വിവേകവർധിനി എന്ന മാസിക ആരംഭിച്ചു. ഹിതകാരുണ്യ സംഘം എന്ന സംഘടന സ്ഥാപിച്ചു. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചതും വീരേശലിംഗം പന്തലു. 20. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക. തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച ആദ്യത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ബാക്കിയുള്ള ABC ഓപ്ഷനുകൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ ബി, സിവിൽ നിയമലംഘനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പു സത്യാഗ്രഹം, 1930. അടുത്ത പ്രസ്താവന, ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നുമാണ്. 21. 2019 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയതാരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത്. ഓപ്ഷൻ സി, അമിതാഭ് ബച്ചൻ. 22. ചുവടെ പറയുന്ന കായിക താരങ്ങളുടെ പേരുകൾ, കായിക ഇനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ പങ്കജ് അദ്വാനി ബില്ലിയാർഡ്സ്, മാർട്ടിൻ ഗപ്റ്റിൽ ക്രിക്കറ്റ്, റോജർ ഫെഡറൽ ടെന്നീസ്, സൈന നെഹ്വാൾ ബാഡ്മിൻ്റൺ. 25ാമത്തെ ക്വസ്റ്റ്യൻ, മുഗൾ ഭരണാധികാരിയായ അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഗുജറാത്തിലെ വിജയത്തിൻ്റെ ഓർമ്മക്കായി ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ചത് അക്ബർ ചക്രവർത്തി. ദീൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചു. സാബ്തി സമ്പ്രദായം നടപ്പിലാക്കി. വിദൂഷകനായ ബീർബൽ, സംഗീതജ്ഞനായ താൻസൻ, ഹിന്ദി കവികളായ സൂർദാസ്, തുളസിദാസ് എന്നിവർ അക്ബറുടെ സദസ്സിലെ പ്രമുഖരാണ്. 26. 1857 മഹത്തായ വിപ്ലവത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2, 3, 4 എന്നിവ. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനായ നാനാ സാഹിബാണ്. പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനായ നാനാ സാഹിബ് കാൺപൂരിലാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയോ തോപ്പി. ബീഹാറിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. 27. ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ. 1. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30-നാണ്. പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30-ന്. അതിൽ പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം. 2. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. പോക്സോ ആക്ട് പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഓഫൻസ് നിലവിൽ വന്നത് 2012. പോക്സോ ആക്ട് 2012. 32ാമത്തെ ക്വസ്റ്റ്യൻ,
വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്ട് ഏതാണ്? ഓപ്ഷൻ ഡി 1858 ആക്ട്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്ടാണ് 1858 ആക്ട്. 33 താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി. 34 ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ സി 1976. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. 35 ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ. വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം അഹമ്മദാബാദ്, ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം കാൺപൂർ, സാൾട്ട് ലേക്ക് സ്റ്റേഡിയം കൊൽക്കത്ത. 36 ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട നികുതി സമ്പ്രദായങ്ങളെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം ഇന്ത്യയിൽ നേരിട്ട് നടത്തിയ നികുതി പിരിവാണ് റയട്ടുവാരി സമ്പ്രദായം. നേരിട്ട് നടത്തിയത് റയട്ടുവാരി സമ്പ്രദായം. കോൺവാലിസ് പ്രഭു 1793 ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് സെമിന്ദാരി സമ്പ്രദായം. കോൺവാലിസ് പ്രഭു 1793 ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് സെമിന്ദാരി. 3 തോമസ് മൺറോയാണ് റയട്ടുവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. തോമസ് മൺറോ. 37 ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിനം ഏതാണ്? ഓപ്ഷൻ ഡി ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിനം ജൂൺ 21. 38 ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വിമാനത്താവളങ്ങൾ, അവയുടെ സ്ഥാനം എന്നിവ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2, 3, 4 എന്നിവ. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദ്, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി, ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ട് മുംബൈ, ബജ്പേയി അന്താരാഷ്ട്ര വിമാനത്താവളം മാംഗ്ലൂർ കർണാടക. 39 40 തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2 എന്നിവ ശരിയാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് 1920 ഹെൻറി ഡ്യുനൻ്റാണ് റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ. ഹെൻറി ഡ്യുനൻ്റ്. 41 ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാലാവധി 4 വർഷമാണ്. ഒരു വ്യക്തിക്ക് പരമാവധി 2 തവണ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരിക്കാം. അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റായി നിലവിലെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. ഇപ്പം നിലവിൽ ഡൊണാൾഡ് ട്രംപ് അല്ല. 42 ചുവടെ പറയുന്നതിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗമാണ് ആന? ഓപ്ഷൻ ഡി കേരളം, കർണാടക, ജാർഖണ്ഡ്, ഒഡീഷ. കേരളം, കർണാടക, ജാർഖണ്ഡ്, ഒഡീഷ. 43 ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2 എന്നിവ. അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസണാണ് ലീഗ് ഓഫ് നേഷൻസ് സർവ്വരാജ്യ സഖ്യം എന്ന ആശയം കൊണ്ടുവന്നത്. 1920 ജനുവരി 10 സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത്. 44 മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 3 എന്നിവ ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പാർട്ട് 3 1978 44ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. സ്വത്തവകാശം
മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. സ്വത്തവകാശം ഇപ്പോൾ ലീഗൽ റൈറ്റാണ്. 46. ചന്ദ്രഗുപ്തൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ചന്ദ്രഗുപ്തൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ ബി BC 321. 47. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ബി എക്കൽ മണ്ണ്. ലാറ്ററൈറ്റ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ എക്കൽ മണ്ണ്. 48. ചുവടെ പറയുന്ന സിന്ധു നദീതട കേന്ദ്രങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന നദീതീരം എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി A1, B2, C3, D4. ഹാരപ്പ, രവി, മോഹൻജദാരോ, സിന്ധു, ബൻവാലി, സരസ്വതി, കാലിബംഗൻ, ഗഗ്ഗാർ നദീതീരത്താണ്. ഹാരപ്പ, രവി, മോഹൻജദാരോ, സിന്ധു, ബൻവാലി, സരസ്വതി, കാലിബംഗൻ, ഗഗ്ഗാർ. 49. കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏതാണ്? ഉൾപ്പെടാത്ത സംസ്ഥാനം. ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. കേരളം, കർണാടക, തമിഴ്നാട് കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ്. ആന്ധ്രാപ്രദേശാണ് ഇവിടെ ആൻസർ. 52. ആദ്യമായി ATM നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ ഡി HSBC. 53. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി കൃഷി. 54. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം? ഓപ്ഷൻ ബി 1992. 55. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ എ പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ ചേർന്നാണ്. 56. ഇന്ത്യൻ ദേശീയ പതാകയിൽ കുങ്കുമനിറം സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ധീരത. 60. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ബി 2010 ഏപ്രിൽ 1. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനിയൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.